യെസ്, ന്യൂസ് മോർണിംഗിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി വിദേശ വാർത്തകൾ വിശദമായി അറിയാനുള്ള സമയമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിദേശ വാർത്തകളുമായി വരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ ഗസയുടെ വാർത്തയൊക്കെ വിശദമായി തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ വാർത്തകൾ പറയുമ്പോൾ ആദ്യം തന്നെ ഗസയുടെ വാർത്തകൾ എന്തായാലും പറഞ്ഞു തുടങ്ങണം. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ സംഭവിക്കുന്നു, ഈ ലോകത്ത് എന്തൊക്കെയാണ് പ്രേക്ഷകർ അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗസയിൽ ഖാൻ യൂണിസിലെ 10 ഇടങ്ങളിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം 2 മൃതദേഹ ഹമാസ് ഇസ്രായേലിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഫലസ്തീനികളുടേതായി പലതരത്തിലുള്ള അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റാനും മൃതദേഹം പുറത്തെടുക്കാനും കൂടുതൽ ആയുധങ്ങൾ വേണമെന്ന ആവശ്യം, ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ട്രക്കുകൾ ഇപ്പോഴും റഫാ അതിർത്തിയിൽ കാത്തുകെട്ടി കിടക്കുകയാണ്. അതിങ്ങോട്ട് കടക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവിധ NGOകളുടെ ആവശ്യം ഗസയിലുണ്ട് എന്നും ആ NGOകളെ അനുവദിക്കണം എന്നും ഇസ്രായേലിനോട് UN അടക്കമുള്ള ഏജൻസികൾ ആവശ്യപ്പെടുന്നു. പക്ഷെ അതിനൊന്നും സന്നദ്ധമാകുന്നില്ല. ഇസ്രായേലിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് പരമാവധി ആളുകളെ കൊലപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ ഒരു നിയന്ത്രണത്തിൽ, ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ ഗസയെ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗസയെ 2ആയി പകുത്ത് അതിന്റെ ഒരു ഭാഗം ഇസ്രായേൽ സേനയാണ് നിയന്ത്രിക്കുന്നത്. ആ ഭാഗത്ത് തുരങ്കങ്ങൾക്ക് അടിയിലടക്കമുള്ള ആളുകൾ, ഹമാസിന്റെ പ്രവർത്തകർ, അവർ എത്രയും പെട്ടെന്ന് മാറണം എന്ന് ബന്ദികൾ ഈ മധ്യസ്ഥർ മുഖേന ഹമാസിന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമുക്ക് നോക്കിയിരിക്കാം. മറുഭാഗത്ത് അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഇടമായി സുഡാൻ മാറുകയാണ്. സുഡാനിലെ ആഭ്യന്തര സംഘർഷം ഇപ്പോൾ അതിൽ ഏറ്റവും രക്തരൂഷിതമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സുഡാനിലെ സൈനിക വിഭാഗവും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും RSSും തമ്മിലുള്ള ഈ പോരാട്ടം, ഈ ഒരു ആഭ്യന്തര യുദ്ധം 2023 മുതൽ തുടങ്ങിയതാണ് നമുക്കറിയാം. പക്ഷേ അതിലേറ്റവും മൂർധന്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വടക്കൻ ദാർഫൂറിലെ അൽഫാഷ് എന്ന് പറയുന്ന നഗരം, ആ നഗരം RSS പിടിച്ചെടുത്തതോടു കൂടിയാണ് അതിന്റെ രക്തരൂഷിതമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. അവിടെ ആയിരക്കണക്കിന് ആളുകളെ RSS കൊലപ്പെടുത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഒരു ആശുപത്രിയിലേക്ക് അവർ കടന്നു കയറി ആശുപത്രിയിലുള്ള 400ഓളം പേരെ കൊലപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. രോഗികളായിട്ടുള്ള ആളുകൾ വരെ അത് ഉൾക്കൊള്ളും. അവിടെ നിന്ന് ഇപ്പോൾ കൂട്ടപ്പലായനം നടക്കുകയാണ്. 10,000 പലായനം ചെയ്യുകയാണ്. ഈ വർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ 20 വർഷം മുമ്പ് സുഡാനിൽ ഉണ്ടായ വലിയ ആഭ്യന്തര സംഘർഷം, അതിന് സമാനമായ സാഹചര്യമാണ് എന്ന് ഇപ്പോൾ UN മുന്നറിയിപ്പ് നൽകുകയാണ്. അവിടേക്ക് വലിയ സഹായങ്ങളൊന്നും എത്തുന്നില്ല. 1.5 കോടി മനുഷ്യരാണ് സുഡാനിൽ ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 1.5 ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പട്ടിണി രൂക്ഷമാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ദുരിതപൂർണമായ ഒരു പ്രദേശമായി ഇപ്പോൾ സുഡാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രി സംവിധാനങ്ങൾ കൃത്യമായില്ല, അതേപോലെ തന്നെ ഭക്ഷണമില്ല. പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെയും അതേപോലെ തന്നെ സൈനിക വിഭാഗത്തിന്റെയും ഈ ഒരു അധികാര വടംവലിക്കായുള്ള ഈ ഒരു പോരാട്ടം അത് സുഡാൻ ലോകത്തെ ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കുകയാണ്. മറ്റൊന്ന് വൈറ്റ് ഹൗസിൽ നിന്നാണ്. വൈറ്റ് ഹൗസിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അവലോകന യോഗം ഏഷ്യൻ പര്യടനത്തിന് ശേഷം നടന്നു. ഒരു പ്രത്യേക ചടങ്ങ് നടന്നു. അവിടെ ഒരു വിലയിരുത്തൽ, വൈറ്റ് ഹൗസിന്റേതായിട്ടുള്ള ഒരു വിലയിരുത്തൽ, 5 ദിവസത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യൻ പര്യടനം അത് വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ US സ്വാധീനം വീണ്ടും അരക്കിപ്പുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് US ഒരു വിലയിരുത്തൽ. കാരണം ഈ മേഖലയിൽ US പങ്കാളിത്തം കുറയുന്നു, ചൈനയ്ക്ക് ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാകുന്നു എന്നൊക്കെയായിരുന്നു പൊതുവെയുള്ള ഒരു അമേരിക്കയുടെ തന്നെ ഒരു സ്വയം വിമർശനം. അത് ഇപ്പോൾ ട്രംപിന്റെ പര്യടനത്തോടു കൂടി അത് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചു. എന്ന് മാത്രമല്ല ചൈനയുമായി കൂടുതൽ അടുക്കാനും ചൈനയെ തങ്ങൾ ഉദ്ദേശിച്ച ഒരു ലൈനിലേക്ക് നിർത്താനും സാധിച്ചു എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച നടന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു വടംവലി, വ്യാപാര തർക്കം അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള വഴികൾ അവർ തേടുന്നു. US ചൈന വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേപോലെ തന്നെ മലേഷ്യയിലായിരുന്നാലും ദക്ഷിണ കൊറിയയിലായിരുന്നാലും അവിടെയൊക്കെ ഡൊണാൾഡ് ട്രംപിന് തങ്ങളുടേതായുള്ള സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതെല്ലാം വലിയ വിജയമാണ് എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നത്.